ഹായ്, എൻ്റെ പേര് അതുൽ. സ്ഥലം വരുന്ന മൂവാറ്റുപുഴയാണ്. എനിക്കിവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്. സോ ഞാനിപ്പോൾ റേടെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മെഷീൻ നമുക്ക് സപ്ലൈ ചെയ്ത അവരാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ മെഷീൻ, അതായത് നമുക്ക് റേടെക് എന്നൊരു സപ്ലയർ ഉണ്ട്, അവരുടെ മെഷീൻ വളരെ നല്ലതാണ്, സർവീസ് നല്ലതാണ്. ആ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റെക്കമെൻഡേഷൻ, അവൻ ഓൾറെഡി 2 years ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഈ മെഷീൻ റെക്കമെൻഡ് ചെയ്തത്. ആ മെഷീനെ എൻ്റെ ഫസ്റ്റ് അതിൻ്റെ ഒരു എൻഗ്രേവിങ് അതുപോലുള്ള കാര്യങ്ങളാണ്. രണ്ട് മെഷീൻസിൻ്റെ മീൻസ് അവരുടെ സൈറ്റിൽ പോയി കണ്ടതിന് ശേഷമാണ് ഇവരുടെ അടുത്ത് ചെന്നത്. സോ അപ്പോൾ ആ കണ്ട മെഷീനിൽ നിന്നും വളരെയധികം ഡിഫറെൻ്റ് ആയിരുന്നു. അവിടെ നല്ലൊരു ഔട്ട്പുട്ടുള്ളൊരു മെഷീനായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. ദെൻ അവരുടെ ഡീലിങ്സ് എല്ലാം വളരെ നീറ്റായിരുന്നു. നമ്മൾ അവരുടെ ഷോറൂം, ആ ഓഫീസെല്ലാം ഫുള്ളായിട്ട് വിസിറ്റ് ചെയ്തു. ദെൻ മെഷീൻ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് നാട്ടിലേക്ക്. സോ തിരിച്ചു വന്ന് നാട്ടിലേക്ക് വന്ന് അപ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഷോപ്പാണ് മൂവാറ്റുള്ളത്. സോ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വർക്ക്സ് ആയിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഞാൻ അവരോട് ഒരു ഡേറ്റ് പറഞ്ഞു, ഇന്ന ഡേറ്റിൽ എനിക്ക് മെഷീൻ സപ്ലൈ മതി. അപ്പോൾ അവർ ആ ഡേറ്റ് ഓക്കെ പറഞ്ഞു. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് വളരെയധികം ഹെൽപ്പാണ് അവർ ചെയ്തത്. കാരണം നേരത്തെ നമ്മുടെ ഇൻസ്റ്റാളേഷനും അതുപോലുള്ള കാര്യങ്ങളും മെഷീൻ്റെ സപ്ലൈ ആയാലും ഒരു വളരെ സ്പീഡിൽ തന്നെ എനിക്ക് ചെയ്തു തരും. സോ മെഷീൻ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് തിങ് വെച്ചാൽ ഇവരുടെ യൂസർ സോഫ്റ്റ്വെയർസാണ്. നമ്മൾ മെയിൻലി വരുന്ന ഈ 2 സോഫ്റ്റ്വെയർസാണ് ഇവരിൽ യൂസ് ചെയ്യുന്നത്, ഫോട്ടോഗ്രേവും അതുപോലെ നമ്മുടെ മെഷീൻ്റെ സോഫ്റ്റ്വെയറും. സോ രണ്ടും വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. ഒരു ബേസിക്കായിട്ട് ഒരു സോഫ്റ്റ്വെയർ അറിയില്ലാത്ത ആൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർസാണ് ഇവരുടെ. ദെൻ ഇതിൽ ഞങ്ങളിപ്പം എല്ലാ മെറ്റീരിയൽസും ലൈക്ക് അക്രിലിക് യൂസ് ചെയ്യുന്നുണ്ട്, MDF യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻഗ്രേവിങ്ങിലേക്ക് വരികയാണെങ്കിൽ ലെതർ ആയിക്കോട്ടെ, വുഡ്, അക്രിലിക് എല്ലാം നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ ഒരു 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ മെഷീനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ചെറിയ മെഷീനാണെങ്കിൽ പോലും നമുക്ക് വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ ഒരു ഷോപ്പിൻ്റെ വർക്ക്സ് മൊത്തം നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ നമ്മളൊരു മന്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ദയവായി ഒരു മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് കറണ്ട് ബില്ലായിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ചാർജ്, കാരണം ഓൾ ഡേ വർക്ക് ചെയ്ത ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ പോലും വളരെ ചുരുങ്ങിയ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ നമുക്ക് പറയാൻ പറ്റും. കാരണം ബില്ല് വരുമ്പോഴായാലും നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. AC അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും വളരെ ചെറിയൊരു എമൗണ്ടാണ് നമുക്ക് ബില്ലായിട്ട് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനിത് മെഷീൻ വന്നതിന് ശേഷമാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ പല ഡൗട്ട്സും ഉണ്ട്. അത് ചിലപ്പോൾ ഞങ്ങൾക്ക് നമ്മളൊരു വർക്ക് പിടിച്ച് ലേറ്റ് നൈറ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ആഫ്റ്റർ 10 ഒക്കെ ആയാലും നമ്മൾ സർവീസ് ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% ആയിട്ടും അവർ നമ്മുടെ കോൾ ആൻസർ ചെയ്യും. അതുപോലെ എന്ത് ഡൗട്ടാണോ കറക്റ്റായിട്ട് സ്പോട്ടിലുള്ള ആൻസേഴ്സ്, ലൈക്ക് ഇന്നത് ചെയ്ത ആ ഒരു പ്രശ്നം സോൾവ് ആവും. ആ ഒരു രീതിയിൽ അവർക്ക് അത്രയും നോളജുള്ള ടീമാണ് ഇവർക്കുള്ളത്. സോ അവരുടെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവില്ലായ്മയാണെങ്കിൽ അവരത് 100% ആയിട്ടും നമുക്കത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരും. നമുക്ക് 100% ആയിട്ട് അവരെ വിളിക്കാം. അവരത് എനിക്കിത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഇപ്പോൾ ഔട്ട് ഓഫ് 10 പറയുകയാണെങ്കിൽ 9 എന്തായാലും ഇവർക്ക് കൊടുത്തിരിക്കും. കാരണം അത്രയും നല്ല സർവീസാണ് നമുക്ക് ടീം തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ആണ്. ലൈക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലീനിങ്സ് ഉണ്ട്. അപ്പോൾ അതായാലും ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എനിക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ആളെ വിളിച്ചു, നൈറ്റാണ് ഞാൻ ചെയ്തത്. വിളിച്ചു, ഓൺ സ്പോട്ടായിട്ട് കോൾ പിക്ക് ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള റിപ്ലൈ തന്നു. അപ്പോൾ ആ ഒരു രീതിയൊക്കെ നോക്കുമ്പോൾ ടീം വളരെ നല്ലതാണ്. നല്ലൊരു ബെസ്റ്റ് ടീമാണ് ഇവർക്കുള്ളത്. നമ്മുടെ മെയിൻ്റനൻസ് അതുപോലെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അവർ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള സപ്പോർട്ട് അവർ തരുന്നുണ്ട്. പിന്നെ മെഷീൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ്, 110% സാറ്റിസ്ഫൈഡ് ആണ്. ഞാനിത് നിങ്ങൾക്ക് 100% ആയിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാം. കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൻ 2 yearsൻ്റെ യൂസർ ആയിരുന്നു, ഇവരുടെ പഴയ മെഷീൻ്റെ യൂസർ ആയിരുന്നു. അവനാണ് എനിക്ക് ഈ മെഷീൻ റെക്കമെൻഡ് ചെയ്തത്. സോ ഇപ്പം നിങ്ങൾ വേറൊരാൾ ട്രൈ ചെയ്യാണ്, മെഷീൻ നോക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100% ആയിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഒരു ഐഡിയ ഉണ്ട്, നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ മെഷീൻ ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പം തന്നെ നിന്ന് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ കൊടുത്താൽ മതി, മെഷീൻ 100% ആയിട്ടും വർക്ക് ചെയ്യും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത വർക്കുകളാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതെല്ലാം വുഡ് എൻഗ്രേവിങ്സ് ആണ്. ലൈക്ക് ഒരു ഫോട്ടോ നമ്മൾ ചെയ്ത് എൻഗ്രേവ് ചെയ്തെടുത്തിരിക്കുന്ന വുഡിൽ ആ ഒരു ക്ലാരിറ്റിയാണ്, ലൈക്ക് നമ്മുടെ ആ ഒരു പിക്ചർ, ലൈക്ക് ഓരോ വർക്കും വളരെ നീറ്റായിട്ട് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയാണോ നമ്മുടെ ഫോട്ടോ ഉള്ളത് ആ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മിനിയേച്ചേഴ്സ് ആയിക്കോട്ടെ. സോ ഇതെല്ലാം മിനിയേച്ചേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അക്രിലിക് കട്ട് ചെയ്ത് മിനിയേച്ചറായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിലായിക്കോട്ടെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ കട്ടാണ്, നല്ല എക്സ്ട്രാ നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വരും. സോ നമ്മളിത് അക്രിലിക് മൊമെൻറ്റോസ് ചെയ്യാനായിട്ട്, അക്രിലിക് വെച്ചിട്ട് തന്നെ നമ്മൾ മൊമെൻറ്റോസ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാനായിട്ടും നമുക്കിത് വളരെ ഹെൽപ്ഫുൾ ആണ്. ലൈക്ക് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഏതൊരു രീതിയിലാണോ നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ കട്ട് പീസസ് ആണ്. ലൈക്ക് ഇത്രയും ചെറിയ ലെറ്റേഴ്സ് പോലും നമുക്ക് വളരെ ഷാർപ്പായിട്ടും വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ കട്ട് പീസിൻ്റെ ബാലൻസ് ആണ്. ലൈക്ക് അതിനകത്ത് പോലും നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെറ്റർ എത്ര ക്രിസ്പായിട്ടാണ് ഇവരുടെ നിന്ന് കിട്ടുന്നത്, നമുക്കൊരു ബെസ്റ്റ് ഔട്ട്പുട്ടാണ് ഇതിൻ്റെ കട്ടിങ് എന്നൊക്കെ പറയുമ്പോൾ, അക്രിലിക് കട്ട് ചെയ്യുമ്പോൾ. സോ അതൊക്കെയാണ് നമുക്ക് നമ്മളൊരു മെഷീൻ എടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട എല്ലാം ഇവർ സാറ്റിസ്ഫൈ ചെയ്ത് തരും. ഈ ഒരു മെഷീനെ കൊണ്ട് കറൻ്റ്ലി നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മളവിടെ ചെന്നു, അവരെല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അവർക്ക് അവിടെ വലിയൊരു ഡെമോ ഇതുണ്ട്.
മെഷീൻസ് മാനുഫാക്ചറിങ് എവിടെയാണ്. അപ്പോൾ താമ്പരത്തുള്ള യൂണിറ്റ് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ ഒരു പേജിൽ തന്നെയുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ആയാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആസ് എ യൂസർ അല്ലെങ്കിൽ ആസ് എ ബിസിനസ്മാൻ ഐ എം 100% സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് 100% ആയിട്ട് ഞാൻ റെക്കമെൻഡും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.